ഇതിൻ്റെ അകത്ത് 2 പാക്കറ്റാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് റോസ്റ്റഡ് ആയിട്ടുള്ള മസാല പൊടികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി അടുത്ത പാക്കറ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് വരുന്നത് ഡ്രൈ ആയിട്ടുള്ള സബോള, കറിവേപ്പില, ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസാണ്. എന്നുവെച്ചാൽ ഇത് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ അകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ല. അതായത് ഉണക്കിയ സബോള, ഡ്രൈ ആയിട്ടുള്ള മസാലപ്പൊടികൾ മാത്രം. ഇന്നത്തെ ബിസിനസ് ഫീച്ചറിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് നിഖിലിനെയാണ്. നിഖിലിൻ്റെ ബിസിനസ് മസാല കൂട്ടും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ചിക്കൻ കറി വെക്കണമെന്ന് വിചാരിക്കാം, പക്ഷേ നമുക്കതിൻ്റെ മസാല കൂട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിഖിലിൻ്റെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് രൂപത്തിലുള്ള മസാലക്കൂട്ട് ഉണ്ടാക്കലാണ് നിഖിലിൻ്റെ ഒരു ബിസിനസ്. അപ്പോൾ നിഖിലിൻ്റെ ഒരു ബിസിനസ് നമുക്കൊന്ന് കാണാൻ എന്താണെന്ന്. നമസ്കാരം, എൻ്റെ പേര് നിഖിൽ. ഞാൻ മസാലക്കൂട്ട് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. ഇത് സാബു പി മാത്യു എൻ്റെ അങ്കിളാണ്, നമ്മുടെ മസാലക്കൂട്ടിൻ്റെ പാർട്ണറാണ്. നമ്മുടെ ഷോപ്പ് ഏകദേശം ഒരു 3 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് മൂവാറ്റുപുഴ ടൗണിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് അടുത്തായിട്ട് റൺ ചെയ്ത് വരുന്നു. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, ഫ്ലേവേഴ്സ് ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ തരം മസാല ഫുഡ് ഐറ്റം പ്രൊഡക്റ്റുകളും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ മസാലാസായിട്ട് കോമൺ മസാലാസായിട്ടുള്ള ചിക്കൻ മസാല, മീറ്റ് മസാല, ഫിഷ് മസാല അങ്ങനത്തെ മസാലയുടെ വെറൈറ്റീസ് ഉണ്ട്, ചായകളുടെ വെറൈറ്റീസ് ഉണ്ട്, പിള്ളേരുടെ കുറുക്കിൻ്റെ പൊടികളുണ്ട്, ഉണക്കിറച്ചി, ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ അങ്ങനത്തെ കാറ്റഗറിയും ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ചു വരുന്നതും സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ മില്ലറ്റിൻ്റെ കാറ്റഗറിയാണ്. നമുക്ക് മില്ലറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് നമുക്ക് തിന, ചാമ, വരക്, കുതിരമാലി, മണിച്ചോളം, ബജ്ര, റാഗി ഇത്രയും പ്രൊഡക്റ്റിൻ്റെ പുട്ടുപൊടികൾ, അതുപോലെ അതിൻ്റെ ദോശ മിക്സ്, ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ദോശ മിക്സ് ഉണ്ട്, ജോവറിൻ്റെ മാത്രമായിട്ടുള്ള ദോശ മിക്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ഇതുപോലെ പോറിച്ച് പൗഡേഴ്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ 6 മില്ലറ്റുകൾ മിക്സഡ് ആയിട്ട് വരുന്നൊരു പോറിച്ച് പൗഡറാണ്. ഇതെന്ന് വെച്ചാൽ നമുക്കൊരു 5 മിനിറ്റും കൊണ്ട് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തരം പ്രൊഡക്റ്റാണ്. നമുക്ക് ഒരു കുറുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ഷേക്ക് പോലെ ആക്കിയിട്ട് കുടിക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണിത്. നമുക്ക് പിന്നെ മില്ലറ്റ്സ് കൂടാതെ കുറച്ച് വെറൈറ്റി പുട്ടുപൊടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വരുന്നത് മുരിങ്ങയുടെ പുട്ടുപൊടിയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ബേസ് വന്നത് അരിയുടെ പുട്ടുപൊടി, അതിൻ്റെ കൂടെ റോസ്റ്റ് ചെയ്യുന്നത് മുരിങ്ങയുടെ ലീഫിൻ്റെ പൊടിയും കൂടെ ചേർത്ത് നമ്മൾ റോസ്റ്റ് ചെയ്താണ് മുരിങ്ങ പുട്ടുപൊടി ആക്കുന്നത്. ഇത് സിമിലറായിട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ പുട്ടുപൊടിയുണ്ട്, അതുപോലെ നമുക്ക് ചക്കയുടെ പുട്ടുപൊടിയുണ്ട്. പിന്നെ ഇത് രണ്ടും അല്ലാതെ ചോളം മാത്രമായിട്ട് ചെയ്യുന്ന മഞ്ഞ കളറിലുള്ള പുട്ടുപൊടിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞ കളറിലായിരിക്കും വരുന്നത്. പിള്ളേർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു പ്രൊഡക്റ്റാണ് ചോളം പുട്ടുപൊടി. നമ്മുടെ കടയിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള ഒരു പുട്ടാണ് ഞവര അരിയുടെ പുട്ടുപൊടി. നല്ല സോഫ്റ്റാണ്. രാവിലെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഇത് സോഫ്റ്റ്നെസ് പോവാതെ മെയിൻറ്റെയിൻ ചെയ്ത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ചെമ്പാ പുട്ടിനേക്കാളൊക്കെ ടേസ്റ്റ് ഉള്ളൊരു പൊടിയാണ് ഞവര പുട്ടുപൊടി. നമ്മുടെ ഷോപ്പിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാ തരം മസാലാസും ഉണ്ട്. ഇതെല്ലാം പ്രിസർവേറ്റീവ് ഫ്രീ ആണ്, ഈസി കുക്കിംഗ് ആണ്, ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സോ കളേഴ്സോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന അതേ ക്വാളിറ്റിയിലാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് സാമ്പാർ, ചിക്കൻ, മീറ്റ്, ഫിഷ് കറി, ഫിഷ് ഫ്രൈ, അതുപോലെ ബിരിയാണി, ഗരം മസാല ഇങ്ങനത്തെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ മസാലാസും നമ്മുടെ ഷോപ്പിലുണ്ട്. അത് കൂടാതെ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന 2 പുതിയ പ്രൊഡക്റ്റും ഉണ്ട്. ഒന്ന് ബീഫ് കറി മിക്സും ചിക്കൻ കറി മിക്സും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഒരു പാക്കറ്റിലുണ്ട്. അത് കൂടാതെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള മസാലാസും സ്പൈസസും എല്ലാം കൂടെ ആഡ് ചെയ്ത് വേറൊരു പാക്കറ്റും ഉണ്ട്. നിങ്ങളിപ്പോൾ കസ്റ്റമറിന് മേടിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 2 പാക്കറ്റും പൊട്ടിച്ച് 1 കിലോ ചിക്കനോ അല്ലെങ്കിൽ 1 കിലോ ബീഫും ആയിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് കറി ഉണ്ടാക്കുക മാത്രമേ ഉള്ളൂ. നമുക്ക് സുലഭമായിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന ചിക്കൻ കറി മിക്സ് ഉണ്ട്, അത് പല ബ്രാൻഡിൻ്റെ ഉണ്ട്. അതെല്ലാം ഗ്രേവി ടൈപ്പ് ആയിരിക്കും. പക്ഷേ നമ്മുടെ മസാലക്കൂട്ടിൻ്റെ ചിക്കൻ കറി മിക്സ് ഇത് പൊട്ടിച്ച് നോക്കാം നമുക്കിത് എങ്ങനെ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് 2 പാക്കറ്റാണ് വരുന്നത്. ഇതുപോലെ 2 പാക്കറ്റ്. ഒന്ന് നമുക്ക് പൊട്ടിക്കാം. ഇതിൻ്റെ അകത്ത് വരുന്നത് റോസ്റ്റഡ് ആയിട്ടുള്ള മസാല പൊടികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതായത് 1 കിലോ ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാലകൾ. ഇനി അടുത്ത പാക്കറ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ അകത്ത് വരുന്നത് ഡ്രൈ ആയിട്ടുള്ള സബോള, കറിവേപ്പില, ഇഞ്ചി അങ്ങനെയുള്ള ഐറ്റംസാണ്. എന്നുവെച്ചാൽ ഇത് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ അകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ല. അതായത് ഉണക്കിയ സബോള, ഡ്രൈ ആയിട്ടുള്ള മസാലപ്പൊടികൾ മാത്രം. ഇത് ദില്ലു ഏട്ടൻ നമ്മുടെ മാനേജറാണ്. നമ്മുടെ കട സംബന്ധമായിട്ട് എന്ത് ഡൗട്ടും ചോദിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം നമ്മുടെ ചായ ഒരു കാറ്റഗറി, ചായ കോഫി കാറ്റഗറിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ദില്ലേട്ടൻ പറയുന്നതായിരിക്കും. നമ്മുടെ കടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വ്യത്യസ്ത ഇനം ചായകളും കോഫികളുമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ്
സാധനങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്, മസാലകളാണ് ആഡ് ചെയ്തേക്കുന്നത്. കൃത്രിമമായിട്ടുള്ള ഫ്ലേവേഴ്സ് ഒന്നും നമ്മൾ ചായയിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് നമ്മുടെ കാടമം ടീ ആണ്. കാടമം പാലിൽ തിളപ്പിച്ച് കുടിക്കാനുള്ള ഏലക്കയുടെ ചായയാണ്. നാച്ചുറലായിട്ടുള്ള പാലക്കുടി കാടമം എന്ന് പറയുന്നൊരു വെറൈറ്റിയിലുള്ള കാടമാണ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇത് 1 മിനിറ്റ് നേരം തിള വന്നതിന് ശേഷം തിളപ്പിച്ച് അതിൻ്റെ നാച്ചുറൽ സത്തിറങ്ങിയാണ് നമ്മൾ ആ ചായ കുടിക്കേണ്ടത്. അടുത്തത് നമുക്കുള്ളത് മസാല ചായയാണ്. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള മസാല തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് ടെർമറിക് ടീ, മഞ്ഞൾ ആഡ് ചെയ്തിരിക്കുന്നു. കോവിഡിന് ശേഷം ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടെർമറിക് ടീ. നാച്ചുറലായിട്ടുള്ള മഞ്ഞളിൽ ചെയ്തെടുത്തിരിക്കുന്ന ചായയാണ്. ഇതെല്ലാം പാലിലാണ് കഴിക്കേണ്ടത്. അടുത്തത് ഹൈ റേഞ്ച് കോഫി, ബ്ലാക്ക് കോഫി ആയിട്ട് നമുക്ക് മോർണിംഗിൽ കഴിക്കാൻ പറ്റിയൊരു കോഫിയാണ്. ഇത് വെറുതെ നമുക്ക് ഇടുക്കി സ്റ്റൈലിലുള്ള ഒരു കോഫി. ഇതിനകത്ത് വേറെ ഒരു സാധനം ആഡ് ചെയ്യാത്തതാണ്. അതിൻ്റെ തൊട്ടപ്പുറം ഇരിക്കുന്നത് നമുക്ക് പെപ്പർ ടീ ഉണ്ട്. അതിനപ്പുറം നമുക്ക് ചുക്ക് കാപ്പിയുണ്ട്. ചുക്ക് കാപ്പി എന്ന് പറയുമ്പോൾ അതിനകത്ത് കോഫി പ്ലസ് ചുക്ക്, നമ്മൾ ശരിക്കും ഒരു ട്രഡീഷണൽ രീതിയിൽ തന്നെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ചെയ്യുന്ന ചുക്ക് കാപ്പി. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ചായയും കോഫിയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റിയ മദ്രാസ് കോഫി ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കുള്ളത് സ്പൈസസ് കോഫി ഉണ്ട്. അങ്ങനെ വെറൈറ്റീസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കോഫിയിലും ടീയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷോപ്പിൽ പിന്നീട് ഏറ്റവും കൂടുതൽ സെയിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഉണങ്ങിയ ഇറച്ചിയാണ്. നമ്മൾ ഇടിയിറച്ചി എന്ന് പറയും, ഉണക്ക ഇറച്ചി എന്ന് പറയും. ഇത് അതിൻ്റെ ഉണങ്ങിയ ഫോമാണ്. മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് ഉണങ്ങിയിരിക്കുന്ന ഉണക്ക ഇറച്ചിയാണ്. ഇത് വരുമ്പോൾ 500 ഗ്രാമിൻ്റെ പാക്കറ്റായിട്ട് അവൈലബിൾ ആണ്, 200 ഗ്രാമിൻ്റെ പാക്കറ്റും അവൈലബിൾ ആണ്. ഇപ്പോൾ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഇത് അയച്ചു തരാൻ പറ്റും. ഇനി അത് കൂടാതെ നമ്മുടെ ഷോപ്പിൽ വന്ന് ഓർഡർ തരുവാണെങ്കിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്ത് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തരാനും പറ്റും. അപ്പോൾ നമ്മളൊരു 250 to 500 ഗ്രാം തൊട്ട് നമുക്കൊരു ബൾക്ക് ക്വാണ്ടിറ്റിയിലേക്ക് വരെ ഇതിൻ്റെ പ്രിപ്പയർഡ് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഇടിയിറച്ചി പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 2 ദിവസം മുന്നേ നമുക്ക് ഓർഡർ തരുവാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഉണങ്ങിയ ഇറച്ചി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് റെഡി ടു ഈറ്റ് ആയിട്ട് ഇതുപോലത്തെ പാക്ക് ചെയ്ത് പാക്കറ്റ്സ് ആയിട്ട് നമുക്ക് തരാൻ പറ്റും. അപ്പോൾ 2 ദിവസം മുന്നേ പറയണം. ഇത് കസ്റ്റമൈസബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനുള്ള രീതിയിലേക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്പൈസ് ലെവൽ നിങ്ങളുടെ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗാർലിക്, പെപ്പർ എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ടേസ്റ്റിലേക്ക് എത്തിച്ച് നമുക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഷോപ്പിൽ നമുക്ക് വിവിധ ഇനം ഹണിയുടെ പ്രൊഡക്ട്സ് ഉണ്ട്. പല വെറൈറ്റി ഹണീസും ഉണ്ട്. അത് കൂടാതെ നമുക്ക് പിള്ളേരുടെ ബേബി പ്രൊഡക്ട്സ് ആയിട്ടുള്ള കുറുക്കിൻ്റെ പൊടികളുണ്ട്, അച്ചാറുകളുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും തന്നെ നമ്മുടെ ഷോപ്പിലുണ്ട്. നമ്മുടെ മസാലക്കൂട്ടിന് ഏകദേശം 120ഓളം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. എല്ലാം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരം ഫുഡ് ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട കോൺടാക്റ്റ് നമ്പറും വാട്സാപ്പ് നമ്പറും വെബ്സൈറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുകൂടാതെ ഈ പ്രൊഡക്റ്റുകൾ മറ്റ് ഷോപ്പുകളിൽ വെച്ച് സെയിൽ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രാഞ്ചൈസി എടുക്കാൻ താല്പര്യമുള്ളവർ അവരും കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിഖിലിനെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ഇങ്ങനത്തെ ഒരു ആളുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു സീരീസിലൂടെ നമ്മുടെ നാട്ടിലെ ചെറിയ സംരംഭങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം.